2025 മേടം, ഇടവം, മിഥുനമാസങ്ങളിൽ ജനിച്ച ഉത്രാടം നക്ഷത്രക്കാർക്ക്. നക്ഷത്രം ഉത്രാടം. മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി 3-നാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും ഒരു കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 3-ൻ്റെ മലയാള മാസം നോക്കിയാണ്. ഇനി മേടമാസം ജനിച്ച ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അവർക്ക് ജാനുവരി മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ്, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളുണ്ടാകും, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്, ആരെങ്കിലും പറ്റിക്കാതെ ചതിയപ്പെടാതെ നോക്കണം, ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ഫെബ്രുവരി മാർച്ച് മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കും നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്, ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കേസ് വഴക്കിനൊന്നും പോകാതെ അത്തരം കാര്യങ്ങൾക്കൊന്നും പറ്റിയതല്ല. ഫെബ്രുവരി മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാർച്ച് മാസം ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം, ആരെങ്കിലും പറ്റിക്കാനെല്ലാം സാധ്യതയുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്, വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിൽ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ട്രാൻസ്ഫർ ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. മെയ് മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. ജൂൺ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. കേസ് വഴക്കിനൊന്നും പോകരുത്. മനസമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട്. മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനൊന്നും അത്ര നല്ല സമയമല്ല. ജൂലൈ ഓഗസ്റ്റ് മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. പക്ഷേ ജൂലൈ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. കുടുംബപരമായി സാമ്പത്തികപരമായിട്ടെല്ലാം നല്ലതാണ്. ഓഗസ്റ്റ് മാസം കുറച്ച് മനസമാധാനക്കുറവ്, ടെൻഷൻ കാണുന്നുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹമെല്ലാം അന്വേഷിക്കുന്നതൊക്കെ കണ്ടെത്തും. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. സെപ്റ്റംബർ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം കാണുന്നുണ്ട്. ഒക്ടോബർ മാസം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. നവംബർ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. ജോലിക്ക് തടസ്സങ്ങളും പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഡിസംബർ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ദൂരയാത്രയെല്ലാം പോകാൻ സാഹചര്യം, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. ഇനി ഇടവമാസം ജനിച്ച ഉത്രാടം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക്
ജാനുവരി ഫെബ്രുവരി മാസം ജോലി കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ജാനുവരി മാസം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയും ജാനുവരി മാസമുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്ക് നല്ലതാണ്, വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഏപ്രിൽ മാസം ആരെങ്കിലും പറ്റിക്കാനും ചതിയപ്പെടാതെ എല്ലാം നോക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം. മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്ക് നല്ലതാണ്, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, വ്യക്തിപരമായ കാര്യങ്ങൾക്കും നല്ലതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ മെയ് ജൂൺ മാസങ്ങളിൽ കേസ് വഴക്കിനൊന്നും പോകരുത്. മെയ് മാസം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. ജൂൺ മാസം കുറച്ച് മനസമാധാനക്കുറവുണ്ടാക്കുന്നൊരു മാസം കൂടിയാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കും നല്ലതാണ്, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. എന്നാൽ ഏപ്രിൽ മാസം പ്രത്യേകിച്ച് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ, വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ നല്ലൊരു മാസമാണ്. അല്ല, ഏപ്രിൽ അല്ല, ഓഗസ്റ്റ് മാസം പ്രത്യേകിച്ച് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ്. സെപ്റ്റംബർ മാസം പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കും നല്ലതാണ്, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. പക്ഷേ ഒക്ടോബർ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്, യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. നവംബർ മാസം തൊഴിൽപരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഡിസംബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഇനി മിഥുന മാസത്തിൽ ജനിച്ച ഉത്രാടം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിൽ കേസ് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ, അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല, ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാൻ, ആരെങ്കിലും പറ്റിക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. കേസ് വഴക്കിനൊന്നും പോകരുത്. ഫെബ്രുവരി മാസം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം, പണം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. കേസ് വഴക്കിനൊന്നും പറ്റിയ മാസങ്ങളല്ല.
മാർച്ച് മാസം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും ചില കുടുംബ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. ഏപ്രിൽ മാസം ആരെങ്കിലും ഇപ്പോൾ ഏപ്രിൽ മാസം നേരത്തെ പറഞ്ഞ ദോഷം മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഗുണങ്ങളെല്ലാം ബിസിനസ്സിന് എല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. മെയ് ജൂൺ മാസങ്ങൾ ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പുതിയ സഹോദരാദികൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. മെയ് മാസം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുണ്ട്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മെയ്. ജൂൺ മാസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മോശം കാണുന്നുണ്ട്. മനസ്സമാധാനക്കുറവും കാണുന്നുണ്ട്. ജൂലൈ ആഗസ്റ്റ് മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായിട്ടെല്ലാം നല്ല മാസമാണ്. പ്രത്യേകിച്ച് വേറെ ദോഷമൊന്നും ഇല്ല. ജൂലൈ ആഗസ്റ്റ് മാസത്തിനാണ് പറഞ്ഞത്. സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും, ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നു. പക്ഷേ പെട്ടെന്നുള്ള ചില അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഒക്ടോബർ മാസം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും. പക്ഷേ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. നവംബർ മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ചില ശത്രുതയെല്ലാം കാണുന്നുണ്ട്. ഡിസംബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങുന്നതിന് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹ കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു സമയമായിട്ടാണ്, മാസമായിട്ട് കാണുന്നു. വേറെ ദോഷങ്ങളൊന്നും ഇല്ല.